السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട സലീം ഫൈസി ഉസ്താദിനോട് ഒരു വിഷയം ഉണർത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളിൽ പലരും ചോദിക്കാൻ സാധ്യതയുണ്ട്, അത് അദ്ദേഹത്തിന് നേരിട്ടങ്ങൾ അയച്ചാൽ പോരെയെന്ന്. പോരാ. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ ഒരു വോയിസ് ക്ലിപ്പ് പല സ്ഥലങ്ങളിലും ഗ്രൂപ്പുകളിലും ഒക്കെ സർക്കുലേറ്റ് ചെയ്യുന്നതിൽ എന്നെക്കുറിച്ചിട്ട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് അത് ഉസ്താദിനോട് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണമല്ലോ. അതുദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത്. സലീം ഫൈസി ഉസ്താദ് പറയുകയുണ്ടായി, ഞാൻ അവരുടെ ഭരണസമിതിയെ ഒന്നടങ്കം പറഞ്ഞിട്ടില്ല, അതിൽ ചിലർക്ക് വിശ്വാസമില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ ഗ്രൂപ്പുകളിലും വ്യക്തികളിലും പ്രചരിക്കുന്ന ഈ വോയിസ് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ഇൻഷാ അല്ലാഹ് അതിന്റെ മറുപടി ഞാൻ പറയാം. മുൻഗാമികളായ വിശ്വാസികളായ എല്ലാ സേട്ടുമാർക്കും വേണ്ടി ദുആ ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ഭരണസമിതിയിൽ ചിലർ എന്ന് പറഞ്ഞത്. എല്ലാവരും ഇല്ല, ചിലര്. ആ ചിലരിൽപ്പെട്ടാണ് ഇയാള്. സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങൾ കേട്ടത് സലീം ഫൈസി ഉസ്താദിന്റെ വോയിസ് ക്ലിപ്പാണ്. ഇത് ചില ഗ്രൂപ്പുകളിലും ചില വ്യക്തികളിലുമായിട്ട് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഈ ട്രസ്റ്റിനകത്ത്, അതായത് അബ്ദുൽ ലത്തീഫ് ഹാജി ഇസ്മായിൽ സേഠ് ട്രസ്റ്റിനകത്ത് പുതിയൊരു ഭരണസമിതി വന്നിട്ടുണ്ട്. അതിൽ ചിലർക്ക് വിശ്വാസമില്ല. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുലൈമാൻ സേഠ് അതിൽപ്പെട്ട ഒരാളാണ് എന്നാണ് അദ്ദേഹം ഈ ക്ലിപ്പിലൂടെ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണോ ഉസ്താദെ? ഉസ്താദ് സലീം ഫൈസിയോട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ചിലർക്ക് വിശ്വാസമില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ആ ചിലർ എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയല്ലേ? ഉസ്താദെ, നമുക്ക് ഉസ്താദ് പറഞ്ഞതൊന്ന് കേൾക്കാം. എങ്ങനെയാണ് ഉസ്താദ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇത്രയും വർഷം അവർ ഭക്ഷണം കൊടുത്തിരുന്നു. അൽഹംദുലില്ലാ, അതിന് വളരെ ഭംഗിയായ രീതിയിൽ നമുക്കൊക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. അതൊന്ന് വെച്ചു വരുന്ന അള്ളാഹു മഗ്ഫിറത്തുണ്ട്. ഇപ്പൊ പുതിയൊരു ഭരണസമിതി വന്നിട്ടുണ്ട്, അവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഉസ്താദ് പറഞ്ഞതിനെയാണ് ഞാൻ ഇവിടെ കേൾപ്പിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്, ഇപ്പോൾ ഒരു പുതിയ ഭരണസമിതി വന്നിട്ടുണ്ട്, അവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്? പുതിയൊരു ഭരണസമിതി വന്നിട്ടുണ്ട്, അവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. അവരിൽ ചിലർക്ക് വിശ്വാസമില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഉസ്താദെ. അപ്പോൾ ചിലർക്ക് വിശ്വാസമില്ല എന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞത്, തുടക്കത്തിൽ ഞാൻ കാണിച്ചതിൽ പറഞ്ഞത്, അതൊരു കളവല്ലേ ഉസ്താദെ? അവർക്ക് വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ ഭരണസമിതിയിൽ 10 അംഗങ്ങളുണ്ട്. എന്നെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി 9 പേർ. ഈ 9 പേർക്കും വിശ്വാസമില്ല എന്നുള്ളതാണ് ഉസ്താദിന്റെ സംസാരത്തിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതും. അപ്പോൾ ഇവിടെ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലായി. പുതിയൊരു ഭരണസമിതി വന്നിട്ടുണ്ട്, അവർക്ക് വിശ്വാസമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഭരണസമിതിയിൽ 10 പേർക്കുണ്ട്. ഉസ്താദിന്റെ സംസാരം അനുസരിച്ചിട്ട് 10 പേർക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നതും മനസ്സിലാക്കേണ്ടതും. അതാണ് ശരിയായിട്ടുള്ള അതിന്റെ നിർവചനം. പക്ഷെ ഉസ്താദ് അതിനൊന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് പ്രചരിപ്പിക്കുന്നതിൽ പറയുന്നത്, ഇപ്പോഴത്തെ ഭരണസമിതിയിൽ ചിലർക്ക് വിശ്വാസമില്ല, ആ ചിലരിൽപ്പെട്ട ഒരാളാണ് ഇയാൾ. അതായത് ഇയാൾ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ. അങ്ങനെ നമ്മൾ ഉസ്താദ് പറഞ്ഞതിനെ മുഖവിലക്കെടുക്കുക. ഈ ഇപ്പോഴത്തെ ഭരണസമിതിയിൽ ചിലർക്ക് വിശ്വാസമില്ല എന്നിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം ഉസ്താദ് പറഞ്ഞതിനെ നമ്മളൊരു മുഖവിലക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആരാണ് ഈ ചിലർ? ആ ചിലരിൽ എത്ര അംഗങ്ങളുണ്ട്? അവർക്ക് ആർക്കാണ് വിശ്വാസമില്ലാത്തത്? എങ്ങനെയാണ് വിശ്വാസമില്ല എന്ന് ഉസ്താദ് അറിഞ്ഞത്? ഇങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും പുലുവാല് പിടിക്കുകയല്ലേ ഉസ്താദ്? നിങ്ങൾ ഇത്രയും ചെയ്താൽ മതിയായിരുന്നു. ഞാൻ വന്ന ഈ വിഷയം നമ്മൾ നബിദിനവുമായി സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ
നിങ്ങൾക്ക് പറയാമായിരുന്നു പുതിയതായിട്ടൊരു ഭരണസമിതി വന്നിട്ടുണ്ട്, അതില് മുത്തവല്ലി പറയുകയാണ് നമ്മൾ നബിദിനവുമായി സഹകരിക്കുന്നില്ല എന്ന്. അപ്പോൾ സഹകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെവിടെയെങ്കിലും പോട്ടെ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. പകരം ഞങ്ങളുടെ വിശ്വാസം അളക്കാൻ വന്നപ്പോഴല്ലേ ഈ പുലിവാലൊക്കെ ഉണ്ടായത്. ആ വിശ്വാസത്തെക്കുറിച്ച്, മനുഷ്യന്റെ ഈമാനിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കേണ്ടായിരുന്നു. മുത്തവല്ലി പറയുന്നു ഞങ്ങൾ ഇതിൽ പങ്കെടുക്കുകയില്ല, ഞങ്ങൾ സഹകരിക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ അവരവരെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. നിങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞു പുതിയ കമ്മിറ്റി വന്നു, അവർക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞു. പിന്നീട് അതിനെ ഒന്ന് നേരെയാക്കാൻ വേണ്ടി, വെളുപ്പിക്കാൻ വേണ്ടി രണ്ടാമതൊരു ക്ലിപ്പ് ഇറക്കിയിട്ട് പറഞ്ഞു പുതിയതായിട്ട് വന്നിട്ടുള്ള കമ്മിറ്റിയിൽ ചിലർക്ക് വിശ്വാസമില്ല. എന്തിനാ ഈ പുലിവാലൊക്കെ പിടിക്കുന്നത്? സലീം ഫൈസി ഉസ്താദെ, നിങ്ങൾ പിടിച്ചിട്ടുള്ള ഈ പുലിവാലിനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അതിനെ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. വളരെ കൃത്യമായിട്ടുള്ള 1-2 വാക്കുകളിൽ നിങ്ങൾക്ക് പറയാം, പുതിയതായിട്ട് വന്നിട്ടുള്ള ഭരണസമിതിയിലെ മുത്തവല്ലി അദ്ദേഹത്തിന് വിശ്വാസമില്ല, അദ്ദേഹം സഹകരിക്കുന്നില്ല. എന്റെ തലയിലേക്കിട്ട് സംസാരിക്കൂ. എന്റെ പിന്നിൽ നിൽക്കുന്ന ബാക്കി 9 പേരെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അവരുടെ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് ഉസ്താദിനോട് ആര് പറഞ്ഞു? അതിൽ ആരൊക്കെയാണ് വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും? ഇതൊക്കെ ഉസ്താദിന് ചെയ്യേണ്ടവരില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഖുർആനിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, സത്യവാന്മാരുടെ കൂട്ടത്തിലായിരിക്കുക. സൂറ തൗബ 9-ാമത്തെ സൂറത്തിലെ 119-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വകൂനൂ മഅസ്സാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുകയും സത്യവാന്മാരുടെ കൂട്ടത്തിൽ ആയിരിക്കുകയും ചെയ്യുക. അല്ലാഹു നമുക്ക് സത്യവാന്മാരുടെ കൂട്ടത്തിൽ ആയിരിക്കാനും സത്യം മാത്രം പറയുവാനും തൗഫീഖ് നൽകട്ടെ. നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ ഞങ്ങൾ അതുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വിഷയത്തെക്കുറിച്ചിട്ട് അവർക്ക് വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒരു അന്യ തലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പുതിയതായി വന്നിട്ടുള്ള ഭരണസമിതിയിലെ മുത്തവല്ലി പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ഭരണസമിതിയിലുള്ള മറ്റുള്ള അംഗങ്ങളുടെ നേരെ വിരൽ ചൂണ്ടപ്പെടുന്നില്ല. എന്നെ കുറിച്ച് പറയുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ എനിക്ക് പിന്നിലുള്ള എൻ്റെ സഹോദരങ്ങൾ, ഈ കമ്മിറ്റിക്കാരായിട്ടുള്ള 9 പേരുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കണം എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ശരിയാണ്, അങ്ങനെ മിണ്ടാതിരിക്കേണ്ടതാണ് എന്ന് എൻ്റെ ധാർമ്മിക ബോധം എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ആയി എന്ന് ഞാൻ കരുതുന്നു. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സലീം ഫൈസി ഉസ്താദ് അദ്ദേഹത്തിന്റെ ഒരു പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ക്ലിപ്പിനകത്ത് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ക്ലിപ്പിനെ കട്ട് ചെയ്തു എന്ന്, മുഴുവനാക്കാൻ സമ്മതിക്കാതെ കട്ട് ചെയ്തു, എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ ആ കുറ്റപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സലീം ഫൈസി ഉസ്താദ് കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ ഖുതുബക്ക് മുമ്പ് നടത്തിയിട്ടുള്ള പ്രഭാഷണത്തിന്റെ നബിദിനവും സേട്ടുമാരും എന്ന ആ ഭാഗം തുടക്കം മുതൽ അവസാനം വരെ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അത് മുഴുവനും കേൾക്കുക. ഈ സലീം ഫൈസി ഉസ്താദ് പറഞ്ഞത് ശരിയല്ല, അങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ കട്ട് ചെയ്തു എന്ന് തോന്നുന്നവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സംസാരം, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സംസാരം പൂർണ്ണമായും ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിഷയങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നബിദിനം 25-ാം തീയതി ചൊവ്വാഴ്ചയാണ്. 21-ാം തീയതി വെള്ളിയാഴ്ച മുതൽ നമ്മുടെ മദ്രസയിൽ വിവിധങ്ങളായ പരിപാടികളുണ്ട്. 2 ദിവസ പ്രസംഗം, മജ്‌ലിസുൻ നൂറിന്റെ വാർഷികം, കുട്ടികളുടെ പരിപാടികൾ അടക്കമുള്ള ധാരാളം പരിപാടികൾ, നോട്ടീസൊക്കെ ഇന്ന് വിതരണം ഉണ്ടാകും. പല ആളുകൾക്കും എത്തിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമുക്കറിയാം നമ്മുടെ നബിദിനത്തിന്റെ അന്ന് ഘോഷയാത്ര കഴിഞ്ഞൊരു മൗലിദ്
ചില കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ കുറച്ച് രക്ഷിതാക്കളുണ്ടാവും, വ്യാപകമായിട്ടില്ല. അവർക്കൊരു ഭക്ഷണം നമ്മൾ വർഷങ്ങളായി കൊടുക്കുന്നത് നമ്മുടെ സേട്ടുമാരാണ്. അവരത് മാത്രമാണ് ചെയ്യുന്നത്. ബാക്കി മദ്രസയിലെ മജ്‌ലിസുൻ നൂർ നടത്തുന്നതും ലളിത നടത്തുന്നതും കുട്ടികളുടെ പരാമർശം നടത്തുന്നതും ആരുമല്ല, അത് നമ്മൾ തന്നെയാണ്. മദ്രസ കമ്മിറ്റിക്കാരും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട നമ്മളൊക്കെ തന്നെയാണ്. അപ്പൊ ഇത്രയും വർഷം അവർ ഭക്ഷണം കൊടുത്തിരുന്നു. അൽഹംദുലില്ലാഹ് അതിന് വളരെ ഭംഗിയായ ചെയ്ത് അവർക്കൊക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. അതൊന്ന് വെച്ചു വരുന്ന അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അപ്പൊ പുതിയൊരു ഭരണസമിതി വന്നിട്ടുണ്ട്. അവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല എന്ന് പറയുന്നു. അവർ പറയുന്നത് നിബന്ധനത്തിലുള്ള കുട്ടികളുടെ ഭക്ഷണം ഞങ്ങൾ തരില്ല, വേണ്ട, നമ്മൾ ആരുടെയും കൈ കാലം പിടിച്ച് യാചിക്കുന്നു, നിങ്ങൾ തരില്ലെങ്കിൽ വേണ്ട, ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കണം. വിശ്വാസമില്ലാത്തവരുടെ ഒരു രൂപ പോലും നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല. 300 കുട്ടികൾക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ 3000 കുട്ടികൾക്കുള്ള പൈസ ലഭിക്കാം. അത് കൊടുക്കാൻ സന്നദ്ധരാണ് ഇവിടുത്തെ ആളുകൾ. അപ്പൊ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, അത് കിട്ടും. മജ്‌ലിസുൻ നൂർ അതിന്റെ വാർഷിക പിരിവുകൾ കഴിഞ്ഞപ്പോ ഒരുപാട് പൈസയും അരിയും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മുടെ മദ്രസയിൽ ഒന്ന് ടൈലിടണമെന്ന് പറഞ്ഞു. കുറഞ്ഞ സമയം കൊണ്ട് ആ ടൈൽസ് എത്രയാണോ ആവശ്യമുള്ളത് 10,000 15,000 ആണോ വെച്ച് സഹോദരന്മാരെല്ലാവരും പോകുന്നത്. പിന്നീട് രണ്ടാമതാണ് 3-ാം നിലയ്ക്ക് ടൈലിടുന്നത്. അപ്പോഴും നിങ്ങളൊക്കെ പള്ളിയിൽ കഴിഞ്ഞതിന്റെ അമ്പലത്തെ ആചാര്യ മദ്രസയ്ക്ക് ടൈലിടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചോദിക്കാതെ ഇങ്ങോട്ട് കൊടുത്തു. 3.5 ലക്ഷം രൂപയുടെ പരിപാടിയാണ് അവിടുത്തെ കമ്മിറ്റി നടത്തിയത്. അതൊക്കെ കൊടുക്കാൻ ആഗ്രഹമുള്ള ധാരാളം ആളുകൾ ഈ മഹല്ലിലുള്ളത് കൊണ്ടും സന്നദ്ധരും സഹായികളുമായ ആളുകൾ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അവർക്ക് നമ്മുടെ മക്കൾക്ക് ഒരു 300 കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമല്ല. അതിനേക്കാൾ വലിയ കാര്യം ഇവിടെ നടത്തുന്നുണ്ട്, അല്ലേ? അപ്പൊ നമുക്കതൊന്നും ഒരു വിഷയമല്ല. തരില്ലെങ്കിൽ വേണ്ട, ഇനി ഞങ്ങൾക്ക് വേണ്ട, അങ്ങനത്തെ പൈസ ഞങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും തരണം ആഗ്രഹിക്കുന്നുമില്ല. വിശ്വാസമില്ലാത്ത പൈസ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ എന്തായിരുന്നാലും എന്റെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, ഈ സംഭവം എല്ലാവരും അറിഞ്ഞിട്ടില്ല. കുറച്ച് ആളുകളൊക്കെ അറിഞ്ഞപ്പോ ഇതുമായി ബന്ധപ്പെട്ട കുറെ ആളുകൾ സഹായിച്ചവരുണ്ട്. അവര് അവരൊരു ഇതൊന്നും നിർത്താൻ പാടില്ല. ഒരു സഹോദരൻ 30,000 രൂപ അതിലേക്ക് സംഭാവന, മറ്റൊരു സഹോദരന് 5,000 രൂപ, വേറെ സഹോദരന് 10,000 രൂപ, ഒരു സഹോദരിമാർ 2-3 ആകെ 3 ചാക്കരി മതി, 3 ചാക്കരി കിട്ടിയിട്ടുണ്ട്, 15 കിലോ ഇറച്ചി കിട്ടിയിട്ടുണ്ട്. 1.5 ലക്ഷം രൂപയുടെ പരിപാടിയാണ് നമുക്കുള്ളത്. ബാക്കി ഒരു കുറഞ്ഞ പൈസ ആവശ്യമുള്ളൂ. അപ്പൊ എന്തായിരുന്നാലും കമ്മിറ്റി ഭാരവാഹിയെ നിങ്ങൾ സമീപിക്കുമ്പോൾ നമുക്കിവിടെ പള്ളിയുടെ മുമ്പിൽ നിന്ന് പിരിവ് നടത്തിയാൽ 100 രൂപ ഇരുന്ന പരിപാടിയൊന്നുമില്ല. നിങ്ങൾ കാര്യമായ പറ്റുന്ന ആളുകളൊക്കെ അതിന് സഹകരിക്കുക. കുട്ടികൾക്കൊരു ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി നിങ്ങളെ